പി ജെയിംസ് അന്തർദേശീയ വാർത്തകളുണ്ട്. ജെയിംസ് സാർ, മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്മിത. ഹായ് ജെയിംസ് സാർ. എന്തായാലും പറയാനുള്ളത് ഇനിയും യുദ്ധങ്ങളെ കുറിച്ച് തന്നെയാണ്. കഷ്ടകാലത്തിന് നമ്മളിപ്പോൾ ഈ സിറിയയിൽ ഇറാൻ സൈനികോദ്യോഗസ്ഥരെ ഇസ്രായേലിന്റെ വ്യോമസേന അവരുടെ ആക്രമണത്തിൽ അവർ വധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ വഷളാവുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു അല്ലേ? സ്മിത, പരമ്പരാഗത വൈരികളാണ് ഇറാനും ഇസ്രായേലും. ഒരുപക്ഷെ ഈ യുദ്ധമുണ്ടാവാനുള്ള ഒരു കാരണം തന്നെ ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ ഒരു കരാറിലേക്ക് പോകുന്നു, അത് ഇറാന് ഭീഷണിയാവും എന്ന് കണ്ടുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇറാൻ്റെ പിന്തുണയുള്ള 3 സംഘടനകളാണ് ഹമാസും ഹൂതികളും അതുപോലെ ലെബനിലും സിറിയയിലുമുള്ള ഹെസ്ബുള്ളയും. യഥാർത്ഥത്തിൽ ഹമാസ് ഇസ്രായേൽ കയറി ഒക്ടോബർ 7-ന് ആക്രമണം നടത്തുന്നതിന് പിന്നിൽ ഇറാനുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ, UAE, ബഹ്റിൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായി കരാറുണ്ടാക്കുന്നത് വല്ലാത്ത തരത്തിലുള്ള ഭീഷണിയാണെന്ന് ഇറാൻ കണ്ടിരുന്നു. ഇറാൻ ഇതുവരെ പുറത്തേക്ക് വന്നിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങളായി ഇറാൻ ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഇറാൻ ഏറ്റവും അവസാനം ഇറാൻ്റെ താവളത്തിലേക്ക് സിറിയയിൽ അവിടെ ഭരണം ബഷാർ അൽസാദിൻ്റെ ആണെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ സിറിയയെ നിയന്ത്രിക്കുന്നത് ഇറാനാണ്. അപ്പോൾ സിറിയയിലെ ഇറാൻ്റെ മിലിറ്ററി ഉപദേഷ്ടാക്കൾ, ഏറ്റവും ഉന്നതരായിട്ടുള്ള സൈനിക നേതാക്കൾ ഉള്ള സ്ഥലം നോക്കി സിറിയയിലെ ഡമാസ്കസിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവരുടെയും ഇൻ്റലിജൻസ് മൊസാദ് എല്ലായിടത്തും നുഴഞ്ഞു കയറുന്നവരാണ്. സാറ്റലൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് മൂവ് ചെയ്തതെന്ന് അടക്കം കണ്ടെത്തിയിട്ട് ഡമാസ്കസിലെ ഇന്ന കെട്ടിടത്തിലാണ് അവർ താമസിക്കുന്നത്, അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ കണ്ടെത്തിയിട്ടാണ് കൃത്യമായി ആ ബിൽഡിങ്ങിൽ കൊണ്ടുപോയി ഇസ്രായേൽ സേന ബോംബിട്ടത്. അതിൽ 5 സൈനിക ഉപദേഷ്ടാക്കൾ ഇറാൻ്റെ കൊല്ലപ്പെട്ടു. അതിന് വല്ലാത്ത ഒരു രാഷ്ട്രീയ മാനമുണ്ട്. ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ തൊട്ടുപിറകെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഞങ്ങൾ ഇതിന് തിരിച്ചടിക്കും. പറഞ്ഞ് സമയം അധികം കഴിഞ്ഞില്ല. ഇറാഖിലെ അമേരിക്കൻ താവളത്തിൽ ഇറാൻ്റെ പിന്തുണയുള്ള ഭീകര സംഘടന തിരിച്ചടി നടത്തി. സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് വലിയ അടിയാണ്. കാരണം അമേരിക്കയിൽ മേൽ സമ്മർദ്ദം കൂടുകയാണ്. ഇറാഖിൽ ഇപ്പോൾ 2500 അമേരിക്കൻ സൈനികരുണ്ട്. നേരത്തെ ഇറാഖ് ആവശ്യപ്പെട്ടതനുസരിച്ച് വന്നതാണ്, IS-നെ ഒതുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇറാഖ് തന്നെ പറയുന്നു നിങ്ങളിവിടുന്ന് പോയിക്കോളൂ. പക്ഷേ പോവില്ല എന്നുള്ള രീതിയിൽ അമേരിക്ക നിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ അടിച്ചതിന് തിരിച്ചടി കിട്ടിയത് അമേരിക്കയ്ക്കാണ്. അമേരിക്കയുടെ മേൽ സമ്മർദ്ദമുണ്ടാകുന്നു. എന്തായാലും ഈ തരത്തിൽ ആക്രമണം വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ പശ്ചിമേഷ്യ മാത്രമല്ല മൊത്തം ഒരു 3-ാം ലോക യുദ്ധത്തിൻ്റെ തരത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ്റെ പിന്നിൽ ചൈനയുണ്ട്, റഷ്യയുണ്ട്, വടക്കൻ കൊറിയയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചേരിതിരിവിന് ഇത് കാരണമാകും. സ്മിത, ഹാഷ്മി. ജെയിംസ്, ഗസയിലേക്ക് വന്നാൽ, മൂല കാരണത്തിലേക്ക് വന്നാൽ അവിടെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 4 ലക്ഷത്തോളം എത്തുന്നു. ഖാൻ യൂനിസിൽ ഖബർസ്ഥാനുകൾക്ക് നേരെ ഒരു ഇസ്രായേൽ ആക്രമണം നടന്നു എന്ന് പറഞ്ഞാൽ, ജെയിംസ്, അവിടെ ഹമാസിനെതിരെ ആക്രമണം എന്ന് അല്ലെങ്കിൽ ഹമാസിനെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞ് പോവുകയും അവിടെ ഈ പറയുന്ന ഇഹ്യാ സിൻവർ അടക്കം മുഹമ്മദ് ദെയ്ഫ് അടക്കം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ കിട്ടാതിരിക്കുന്നു, ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ പോലും ഹമാസിൻ്റെ സൈനിക സ്ട്രാറ്റജിക്കോ അവരുടെ ബന്ധുക്കളെ പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ പരാജയപ്പെടുകയും പാവപ്പെട്ട മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ആ സ്ട്രാറ്റജി എത്ര നാൾ തുടരുമെന്ന് കരുതണം ജെയിംസ്? ഹാഷ്മി, ഗസയിൽ നടക്കുന്നത് വലിയ കൂട്ടക്കുരുതിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പലസ്തീനികളായിട്ടുള്ള 10 ലക്ഷത്തിലേറെ പേർ ജീവനം കൊണ്ട് ഓടുകയാണ്, സ്ത്രീകളും കുട്ടികളും അടക്കം. ഇപ്പോൾ വളരെ നമ്മളെ സങ്കടപ്പെടുത്തുന്നൊരു വാർത്ത, ഈ നിമിഷങ്ങളിൽ 4 ലക്ഷം പേർ തികയുന്നു കൊല്ലപ്പെട്ടവരുടെ സംഖ്യ. 3.5 മാസമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട്. ഒരുപക്ഷെ ഉക്രൈൻ യുദ്ധത്തിൽ 2 വർഷം കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ സിവിലിയൻ സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാരണം ഇവിടെ കൊല്ലപ്പെട്ട 25,000 പേരിൽ 20,000-ൻ്റെ അടുത്ത് വരുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. കുഞ്ഞുങ്ങൾ തന്നെ 10,000-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിലും വലിയൊരു കൂട്ടക്കുരുതി എന്താണ്? 7,000-ഓളം സ്ത്രീകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെയും സാധാരണക്കാരായിട്ടുള്ള പുരുഷന്മാർ, 3,000 സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ലാതായി. അപ്പോൾ ആ തരത്തിൽ 7,000 അമ്മമാർ പോയിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ വലിയ ഒരു ആക്രമണത്തിൻ്റെ ചിത്രമാണ് അവിടെ വരുന്നത്. അതിനിടയിൽ ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അവിടുത്തെ പ്രതിരോധ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു. യോവ് ഗാലന്റ് പറയുന്നത് നമ്മളിത് വെടിനിർത്തൽ നടത്തി
ഈ ബന്ദികളെ, ബാക്കിയുള്ള ബന്ദികളെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ ആക്രമിച്ച് കീഴടക്കി ഇവരൊക്കെ മോചിപ്പിക്കാൻ കഴിയുമെന്നൊരു ഇലൂഷനിലാണ്, ഒരു മരീചിക പോലെ ഉള്ളൊരു ചിന്തയിലാണ്, സ്വപ്നത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് വാർ ക്യാബിനറ്റിലെ അംഗങ്ങൾ പറയുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് അവിടുത്തെ ഐസൻകോട്ട് എന്ന മുൻ കരസേന മേധാവി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ചാനൽ 12 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയല്ല, യുദ്ധം നിർത്തണം, വെടിനിർത്തൽ വേണം, അതിനിടയിൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കം നടത്തണം. ഇതിനിടയിൽ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ വലിയ രീതിയിലുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബന്ദിയുടെ പിതാവ് അവിടെ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു. ജനരോഷം ഇസ്രായേലിൽ വളരുകയാണ്. യുദ്ധം വേണ്ട, യുദ്ധം നിർത്തൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനിടയിലാണ് ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തുന്നു. ഹൂതികൾ അമേരിക്കൻ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം നടത്തുന്നു. ചെങ്കടലും യുദ്ധത്തിൻ്റെ മേഖലയായി തുടരുകയാണ്. ഈ തരത്തിൽ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗസയിൽ മാത്രമല്ല, അത് വെസ്റ്റ് ബാങ്കിലേക്ക്, ലെബനനിലേക്ക്, സിറിയയിലേക്ക്, ഇറാഖിലേക്ക്, കഴിഞ്ഞ ദിവസം ഇറാൻ പാകിസ്ഥാൻ ആക്രമണത്തിലേക്ക് വരെ നീങ്ങിക്കഴിഞ്ഞു. ചെങ്കടലിലെ യുദ്ധമാണ്. പശ്ചിമേഷ്യ മുഴുവൻ പുകയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നമ്മൾ ഇന്ന് 12:30-ക്കുള്ള വേൾഡ് റൗണ്ടപ്പിൽ നൽകുന്നുണ്ട്. ഹാഷ്മി, സ്മിത. ശരി. ജെയിംസ് സാർ, വസന്ത് കുമാർ കെ പറയുന്നു, PP ജെയിംസ് സാർ എന്നാണ് ഇനിയൊരു സമാധാന വാർത്ത അവിടെ നിന്ന് താങ്കളിലൂടെ കേൾക്കുക എന്ന്? തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. ആകെ ഞാൻ കാണുന്നൊരു പ്രത്യേകത, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു, ഒരു പാലസ്തീൻ രാജ്യം ഉണ്ടാവുന്നത് അസാധ്യമല്ല എന്നുള്ള തരത്തിലൊരു പ്രതികരണം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ പാലസ്തീൻ എന്ന രാജ്യം, സ്വതന്ത്ര രാജ്യം രൂപീകരിക്കാൻ കഴിഞ്ഞാൽ ഇസ്രായേൽ പാലസ്തീൻ സമാധാനം ഉണ്ടാവും, അല്ലാതെ സമാധാനം ഉണ്ടാവുന്ന പ്രശ്നമില്ല. പാലസ്തീൻ രാജ്യം രൂപീകരിക്കാൻ ഇസ്രായേൽ സമ്മതിക്കണം. സമാധാനം ഉണ്ടാകട്ടെ അല്ലേ? ഏതായാലും തീർച്ചയായിട്ടും സമാധാനം ഉണ്ടാവും. അടുത്ത വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിലെ താലിബാൻ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു അതിർത്തിയിൽ. എന്താണ് അതിന്റെ വിവരങ്ങൾ? സ്മിത, ഇത് വലിയൊരു ഇതാണ്, വിചിത്രമായിട്ടുള്ള കാര്യം തന്നെയാണ്. പാകിസ്ഥാനാണ് ഒരു കാലത്ത് അമേരിക്കക്കെതിരെ താലിബാനെ വളർത്തിയതും അമേരിക്കയെ ഓടിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പിടിക്കാൻ സഹായിച്ചതും താലിബാനെ സഹായിച്ചതും പാകിസ്ഥാനാണ്. അന്ന് ഇമ്രാൻഖാനായിരുന്നു പ്രധാനമന്ത്രി. അവരുടെ ISI ചീഫ് നദീമിൻ്റെ നേതൃത്വത്തിലാണ്. അവരൊരു വീരനായകനായിരുന്നു താലിബാൻ്റെ. പക്ഷേ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ഇമ്രാൻഖാൻ ജയിലിലായി. അദ്ദേഹത്തിനെതിരെയുള്ള നവാസ് ഷെരീഫിൻ്റെ സഹോദരൻ്റെ സർക്കാർ വന്നു. തിരിച്ച് നിലപാടുകൾ മാറി. ഇവിടെ താലിബാൻ സർക്കാരും അതുപോലെ തന്നെ പാകിസ്ഥാനും തമ്മിലുള്ള ഭിന്നതകൾ ഉടലെടുത്തിരിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യക്ക് ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ്. കാരണം പാകിസ്ഥാൻ്റെ മണ്ണിൽ TTP, തെഹ്രീക് താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന താലിബാൻ്റെ പിന്തുണയോടെ വരികയും അവിടെ പാക് സൈന്യത്തിന് വലിയ ഭീഷണിയായിരിക്കുകയും ചെയ്യുന്നു. അതിനെതിരെ വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടും അഫ്ഗാൻ സർക്കാർ അനങ്ങുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനമായി അതിർത്തിയിൽ വേലികളുടെ കേടുപാട് തീർക്കുകയായിരുന്നു പാക് സൈന്യവും പാകിസ്ഥാനിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് യൂണിറ്റും. അതിനിടയിലാണ് അഫ്ഗാന്റെ താലിബാൻ അവരെ കയറി ആക്രമിച്ചത്. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിനെ ചൊല്ലി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. പാകിസ്ഥാനിലേക്ക് ഇറാൻ മിസൈൽ അയക്കുകയും തിരിച്ച് പാകിസ്ഥാൻ ഇറാനിലേക്ക് മിസൈൽ അയക്കുകയും ചെയ്തതിൻ്റെ പിന്നാലെയാണ് വീണ്ടും പാകിസ്ഥാന് തലവേദന ഉണ്ടായിരിക്കുന്നത്. അവിടെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇമ്രാൻഖാൻ മത്സരിക്കാൻ കഴിയുന്നില്ല. നവാസ് ഷെരീഫ് അടക്കമുള്ളവർ മത്സരിക്കുന്നുണ്ട്. അതിനിടയിൽ പാകിസ്ഥാനിൽ ഭീകരർക്ക് താവളം നൽകുന്ന പാകിസ്ഥാൻ തന്നെ ഭീകരരെ കൊണ്ട് തലവേദന ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. സ്മിത, ഹാഷ്മി. ജെയിംസ്, ഒക്ടോബർ വിപ്ലവത്തിന്റെ പിതാവ് യുഎസ് സ്ഥാപകൻ ലെനിന്റെ 100ാം ജന്മവാർഷികം. അവിടെ ചരിത്രമുറങ്ങുന്ന മോസ്കോയിൽ ഗോർക്കിയിലൊക്കെ വലിയ സന്ദർശക പ്രവാഹം. റഷ്യയിലുടനീളം ലെനിൻ അനുസ്മരണങ്ങളുണ്ട്. പക്ഷേ പുട്ടിനൊന്നും മിണ്ടിക്കണ്ടില്ല. എന്താകും അത്? യഥാർത്ഥത്തിൽ വ്ളാഡിമിർ ലെനിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചിന്തകൻ, ഒരു സോവിയറ്റ് യൂണിയൻ എന്ന മഹാ സാമ്രാജ്യം സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ച ആള്, സാർ ചക്രവർത്തിമാരുടെ ചെങ്കോലുകളെ പുലർത്തിയ സമരനായകൻ എന്ന രീതിയിൽ ലോകമെമ്പാടും വാഴ്ത്തപ്പെടുന്ന ആളാണ് ലെനിൻ്റെ 100ാം ചരമവാർഷികമാണ് ഇന്ന് റഷ്യയിൽ. എന്താ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ മറഞ്ഞെങ്കിലും റഷ്യയിൽ ഇപ്പോഴും ലെനിന് വലിയ ആരാധകരുണ്ട്. റഷ്യയിൽ മാത്രമല്ല, റഷ്യയുടെ അപ്പുറത്തുള്ള 15 റിപ്പബ്ലിക്കുകളിലും വളരെ ശക്തമായിട്ടുള്ള ഒരു ആരാധക നിരയുണ്ട്. വലിയ സന്ദർശക പ്രവാഹമാണ് മോസ്കോയിലേക്ക്.
മോസ്കോയുടെ അടുത്ത് ഗോർക്കിയിലാണ് അദ്ദേഹം മരണമടഞ്ഞത്, അന്തരിച്ചത്. അവിടേക്കും സന്ദർശക പ്രവാഹമാണ്. എന്തായാലും റഷ്യയിലെങ്ങും ലെനിന് അനുസ്മരണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ലെനിൻ്റെ ചരമ വാർഷികത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഓർക്കുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് ലെനിൻ്റെ വലിയ പ്രതിമ തകർത്തത് വല്ലാത്ത രീതിയിൽ വിഷമമുണ്ടാക്കിയിരുന്നു. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെയുള്ളത് ലെനിനെതിരെ മാറുകയായിരുന്നു. പക്ഷേ ലെനിൻ്റെ സംഭാവനകളെക്കുറിച്ച് വല്ലാത്ത രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് വ്ളാഡിമിർ പുടിൻ, കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹാനായ നേതാവാണ് ലെനിൻ. മാർക്സിൻ്റെ പ്രിൻസിപ്പിൾസ് എടുത്തുകൊണ്ട് മാർക്സിസം ലെനിനിസം എന്ന പ്രത്യയശാസ്ത്രം മറ്റേ സോവിയറ്റ് യൂണിയനിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ച ആളെന്ന നിലയിൽ ലെനിന് പ്രത്യേക സ്ഥാനമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ വലിയ പഴയ സോവിയറ്റ് ലാൻഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ലെനിൻ ഒരു വലിയ ചരിത്രമാണ്. ലെനിൻ്റെ പേരിൽ തന്നെ ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ ലെനിൻ്റെ 100ാം ചരമവാർഷികം ആഘോഷിക്കുമ്പോൾ ലെനിൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച്, മാർക്സിസം ലെനിനിസത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഹാഷ്മി, സ്മിത. താങ്ക് യു ജെയിംസ് സാർ. ഇന്നൊരു നല്ല ഞായറാഴ്ചയാകട്ടെ. ഹാവ് എ വെരി ഗുഡ് ഡേ. താങ്ക് യു.